ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഹുക്മ ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിയമാവർത്തന പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. ഹിസ്റ്റോറിക്കൽ പ്രൊലോഗ് അല്ലെങ്കിൽ ചരിത്രപരമായ ആമുഖം എന്ന പേരിൽ അറിയപ്പെടുന്ന 1-ാം അധ്യായം 6-ാം വാക്യം മുതൽ 4-ാം അധ്യായം 44 വരെയുള്ള തിരുവചനങ്ങളെക്കുറിച്ചുള്ള ധ്യാനമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കണ്ടത്. അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 12 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് ഈ എപ്പിസോഡിലൂടെ നമുക്ക് ലഭ്യമാകാൻ പോകുന്നത്. എന്താണ് 12 മുതൽ ഉള്ള വചനഭാഗങ്ങളുടെ അർത്ഥം? മോശ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി നിയമങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അവർ വന്ന വഴികളും അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളും അവർ അനുഭവിച്ച ദൈവിക സത്യങ്ങളും ദൈവിക വെളിപാടുകളും ഒക്കെ ഇസ്രായേൽ ജനതയ്ക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് മോശ ഇതുവഴിയായി ചെയ്തത്. പ്രധാനമായിട്ടും റൂബൻ, ഗാദ്, മനാസയുടെ അർത്ഥഗോത്രമായ മാഹീർ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഗോത്രങ്ങൾക്ക് ദൈവമായ കർത്താവ് മോശയിലൂടെ നൽകിയ ട്രാൻസ് ജോർദാൻ അല്ലെങ്കിൽ ജോർദാന്റെ മറുകരയുള്ള ഭാഗത്ത് അവർക്ക് എങ്ങനെയാണ് ഭൂമി ലഭ്യമായതെന്നും അവിടെയുള്ള പ്രദേശങ്ങളിൽ അവരെങ്ങനെ വസിക്കണമെന്നും അവരുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്താണെന്നും ഒക്കെ ഇവിടെ മോശ ഇസ്രായേൽ ജനതയ്ക്ക് വിവരിച്ചു കൊടുക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. പ്രധാനമായിട്ടും റൂബൻ, ഗാദ്, മനാസയുടെ അർത്ഥഗോത്രങ്ങൾ അവർ വിന്യസിച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. താഴെ ഏദോമിന്റെ അടിയിൽ ഭാഗത്ത് ഗിലെയാദിന്റെ ബോർഡർ ലൈനിൽ കൊടുത്തിരിക്കുന്ന റൂബൻ വംശക്കാരും അതുപോലെ തന്നെ അല്പം കൂടെ മുൻപോട്ട് മാറി ഉള്ള ഗാദ് വംശക്കാരും അർണോൺ വാലിയുടെ അടുത്തായിട്ട് മോവാബ് ദേശത്തിന്റെ അടുത്തായിട്ട് കിടക്കുന്ന മനാസയുടെ അർത്ഥഗോത്രവുമുള്ള ഒരു ട്രാൻസ് ജോർദാൻ സ്ഥലമാണ് മോശ ഇസ്രായേൽക്കാർക്കായിട്ട് നൽകുന്നത്. സംഖ്യയുടെ പുസ്തകം 32-ാമത്തെ അധ്യായത്തിൽ വാഗ്ദാന ദേശത്തേക്കുള്ള അവരുടെ യാത്രയിൽ മോശയോട് ഈ ജനം പറയുകയാണ്, ഈ ഭൂമി നല്ലതായിട്ട് തോന്നുന്നു, ഇവിടെ വസിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഉടനെ മോശ അവർക്ക് ഈ ദേശങ്ങൾ നൽകുകയാണ് ചെയ്തത്. മാപ്പിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആ ദേശങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ജോഷുവയുടെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിലും 22-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിലും ഈ 2.5 ഗോത്രങ്ങളെ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അവരുടെ ദൗത്യം എന്താണെന്ന് കൃത്യമായിട്ട് വിവരിക്കുന്നുമുണ്ട്. ദൗത്യം ഇപ്രകാരമാണ്: തങ്ങളുടെ സഹോദരന്മാർക്കെല്ലാം വാഗ്ദാന ദേശത്ത് ഭൂമി ലഭ്യമായതിനു ശേഷം മാത്രമേ അവർ തിരികെ അവർക്ക് കിട്ടിയ ഈ ദേശത്ത് വസിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അവരുടെ ദൗത്യം. അതിൻ പ്രകാരം മോശ ഇസ്രായേൽ ജനതയുടെ ഈ 3 ഗോത്രങ്ങൾക്കായിട്ട് ഈ ഭാഗം തിരിച്ചു കൊടുക്കുകയും മോശയുടെ നിർദ്ദേശമനുസരിച്ച് ഇവർ കനാൻ ദേശത്തേക്ക് ജോർദാന്റെ മറുകരയിലേക്ക് ജോഷുവയോടൊപ്പം യാത്ര ചെയ്യുകയും ഭൂമി വിഭജിച്ചു കൊടുത്തതിന് ശേഷം യുദ്ധങ്ങൾ നടത്തി ദേശങ്ങൾ കൈവശമാക്കി ഭൂമി വിഭജിച്ചു കൊടുത്തതിന് ശേഷം അവർ തിരിച്ച് വാഗ്ദാന ദേശത്തേക്ക് മടങ്ങുകയും ചെയ്യുന്ന രംഗമാണ് ജോഷുവയുടെ പുസ്തകം 22-ാം അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുക. ഇതാണ് ജോർദാന്റെ അക്കരെ അവർക്ക് കൊടുക്കുന്ന ദേശത്തെക്കുറിച്ചുള്ള ചിന്തകൾ. തുടർന്ന് വരുന്ന ഭാഗത്ത് ഹിസ്റ്റോറിക്കൽ പ്രൊലോഗില് പറഞ്ഞിരിക്കുന്ന അടുത്ത ഭാഗം മോശ കാനാൻ ദേശത്ത് പ്രവേശിക്കുകയില്ല, മറിച്ച് ജോഷുവയെ ആ ജോലി ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള സൂചനകൾ നൽകുകയാണ് മോശ ഇസ്രായേൽക്കാർക്കായി നൽകുന്നത്. എന്തുകൊണ്ടാണ് മോശ കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുകയില്ല എന്ന് പ്രത്യേകമായിട്ട് പറയുന്നത്? അവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ സംഖ്യയുടെ പുസ്തകത്തിന്റെ 20-ാമത്തെ അധ്യായത്തിൽ കണ്ടതുപോലെ ദൈവമായ കർത്താവിനെതിരെ മറുതലിക്കുന്ന മോശയെക്കുറിച്ചാണ് കാണുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് വെള്ളം നൽകണമോ എന്ന് ചോദിച്ചുകൊണ്ട് കയ്യിലിരുന്ന വടിയെടുത്ത് പാറമേൽ അടിക്കുകയും അഹങ്കാരത്തോടുകൂടി ആ പാറമേലടിച്ച് വെള്ളം കൊടുക്കുകയും ചെയ്ത മോശയെ കർത്താവ് ശിക്ഷിക്കുന്നത് ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ്: നീ വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കുകയില്ല. എന്നാൽ ഇവിടെ മോശ നടത്തുന്നത് ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന വളരെ മനോഹരമായ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ദൈവമായ കർത്താവേ, അങ്ങയുടെ മഹത്വവും ശക്തമായ കരവും അവിടുത്തെ ദാസനെ കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നുവല്ലോ. ഇപ്രകാരം ശക്തമായ പ്രവൃത്തി ചെയ്യാൻ കഴിയുന്ന ദൈവം അങ്ങേപ്പോലെ സ്വർഗത്തിലും ഭൂമിയിലും വേറെ ആരും ഉള്ളൂ. ജോർദാൻ അക്കരെയുള്ള ഫലപുഷ്ടമായ സ്ഥലവും മനോഹരമായ മലമ്പ്രദേശവും ലെബനോനും പോയി കാണാൻ എന്നെ അനുവദിക്കണമേ എന്ന് മോശ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന് മുമ്പിൽ. 32-ാമത്തെ അധ്യായം 45-ാമത്തെ തിരുവചനവും ഇതിനോട് ചേർന്നാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. കാരണം അവിടെയും പറയുന്നത് മോശ എന്തുകൊണ്ടാണ് കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുകയില്ല എന്ന് പറയാനുള്ളതിന്റെ കാരണം. എന്നാൽ ദൈവമായ കർത്താവ് മോശയുടെ പ്രാർത്ഥന അത്
സ്വീകരിക്കുന്നില്ല. മറിച്ച് കൃത്യമായിട്ട് പറയുകയാണ്, നീ വാഗ്ദാന ദേശത്ത് പ്രവേശിക്കുകയില്ല. മറിച്ച് പിസ്ഗ എന്ന് പറയുന്ന സ്ഥലത്ത്, മൗണ്ട് നെബോ എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവമായ കർത്താവ് മോശയെ ക്ഷണിക്കുന്ന രംഗമാണ് നമ്മൾ വചനഭാഗങ്ങളിലൂടെ കാണുന്നത്. ഇതോടുകൂടി 3-ാമത്തെ അധ്യായം സമാപിക്കുകയാണ്. 4-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഹിസ്റ്റോറിക്കൽ പ്രൊലോഗിന്റെ അല്ലെങ്കിൽ ചരിത്രപരമായ ആമുഖത്തിന്റെ സമാപന അധ്യായം എന്നത് മാത്രമല്ല, നിയമങ്ങളുടെ ഒരു ആമുഖം കൂടിയാണ് 4-ാമത്തെ അധ്യായം അവതരിപ്പിച്ചിരിക്കുന്നത്. അതിപ്രകാരമാണ്: ഇസ്രായേലെ, നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കുന്നതിനും ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുവിൻ. ഇത് ഒരു വചനഭാഗമാണ്. ഈ വചനഭാഗം തന്നെയാണ് തുടർന്ന് വരുന്ന 5-ാമത്തെ അധ്യായത്തിലും 6-ാമത്തെ അധ്യായത്തിലും ഒക്കെ പ്രതിപാദിച്ചിരിക്കുന്നത്. കാരണം വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഇസ്രായേലിനെ ഒരുക്കുന്ന രംഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. മോശ ഇസ്രായേൽ ജനത്തെ ഒരുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവരോട് പറയുകയാണ്, ദൈവമായ കർത്താവിൻ്റെ വചനങ്ങളും കൽപ്പനകളും ചട്ടങ്ങളുമൊക്കെ അനുസ്യൂതം പാലിച്ചാൽ വാഗ്ദാന ദേശത്തേക്ക് നിനക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഇവിടെ മോശ നിയമങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. എന്താണ് നിയമങ്ങളെന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഞാൻ നൽകുന്ന നിയമങ്ങളാണ് ഇവയൊന്നുപോലും കൂട്ടിച്ചേർക്കാനോ എന്തെങ്കിലും എടുത്തു കളയാനോ അരുത്. ഞാൻ നിങ്ങളെ അറിയിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മോശ ഈ നിയമങ്ങൾ നൽകുന്നത്. ഇനി ഈ നിയമങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ഇസ്രായേൽ ജനം അവരുടെ മരുഭൂമിയുടെ യാത്രയിൽ, പ്രത്യേകിച്ച് ബാൽപയോറിൽ ദൈവിക നിയമങ്ങളെ അനുസരിക്കാതെ ബഹുദൈവ വിശ്വാസത്തിൻ്റെ പിന്നാലെ പോയ സംഭവങ്ങളൊക്കെയും ഓർമ്മിപ്പിക്കുകയാണ്. മോവാബ് ദേശത്തിലൂടെ കടന്നു പോയപ്പോൾ അവർ നേരിട്ട വിശ്വാസത്യാഗത്തെയും മോവാബ്യ സ്ത്രീകളെ ലൈംഗികമായി വേഴ്ച നടത്തിയതുമൊക്കെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ദൈവിക നിയമങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കടുത്ത ശിക്ഷ നൽകും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സൂചന കൂടി ഇവിടെ നൽകുകയാണ് ചെയ്തത്. എന്നിട്ട് പറയുന്ന ഭാഗമാണ് അടുത്തത്. മനോഹരമായ രീതിയിലാണ് ഇത് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഈ ദൈവിക നിയമത്തെ പഠിപ്പിക്കുകയാണെങ്കിൽ ഇവയുടെ പഠനം ജനത്തെ ജ്ഞാനിയാക്കുന്ന പഠനമാണ്. കാരണം ദൈവിക നിയമങ്ങൾ അനുസരിക്കുന്നതോടൊപ്പം തന്നെ ഒരു വ്യക്തി അത് പഠിക്കുകയാണ് ചെയ്യുന്നത്. അതവനെ ജ്ഞാനിയാക്കി മാറ്റുന്നു. നിയമാവർത്തന പുസ്തകം 17-ാം അധ്യായം 14 മുതലുള്ള തിരുവചന ഭാഗങ്ങളിലാണ് രാജാക്കന്മാരെ കുറിച്ചുള്ള ഒരു പ്രബോധനം കാണുന്നത്. ആ രാജാവിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്താണെന്ന് വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്ന ഇപ്രകാരമാണ്: ഈ രാജാവ് ലേവ്യരുടെ ഗണത്തിൽപ്പെട്ട പുരോഹിതരുടെ കയ്യിൽ നിന്ന് ദൈവിക നിയമങ്ങൾ എടുത്ത് വാങ്ങി അത് വായിച്ച് ധ്യാനിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവിക നിയമങ്ങളുടെ പാലനത്തിലൂടെ ഈ രാജാവ് ജ്ഞാനിയായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെയാണ് ഓരോ ഇസ്രായേൽ ജനവുമെന്ന് ഇവിടെ അടിവരയിട്ട് പറയുകയാണ് മോശ. ദൈവിക നിയമങ്ങളുടെ പാലനം വഴിയായി ആ നിയമം ഒരുവനെ ജ്ഞാനിയാക്കുന്നു. യഥാർത്ഥ ജ്ഞാനം എന്താണ് എന്ന് തുടർന്നുള്ള വാക്യങ്ങളിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6-ാമത്തെയും 7-ാമത്തെയും വാക്യങ്ങളിൽ ദൈവിക ജ്ഞാനത്തെക്കുറിച്ചുള്ള ഒരു പ്രബോധനം കൊടുത്തിരിക്കുന്നുണ്ട്. ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തുന്ന ഒരു നല്ല ദൈവമുള്ള ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. അതായത് യഥാർത്ഥ ജ്ഞാനം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അനുസ്മരിപ്പിക്കുന്ന ജ്ഞാനമാണ്. കാരണം തങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ഓടിയെത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള ആഴമായ ബോധ്യവും ആഴമായ വിശ്വാസവുമാണ് ഒരുവനെ ജ്ഞാനിയാക്കുന്നത് എന്ന് തിരുവചന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് വീണ്ടും പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്. ദൈവം ഉന്നതനാണെങ്കിലും അവിടുന്ന് ട്രാൻസെൻഡൻ്റ് ഗോഡ് ആണെങ്കിലും അല്ലെങ്കിൽ സ്വർഗത്തിൽ ആയിരിക്കുന്ന ദൈവമാണെങ്കിലും വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തുന്ന ഒരു ദൈവമാണ്. രണ്ടാമതായിട്ട് പറയുന്നു, അതുപോലെ തന്നെ ഈ ജനം ദൈവത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ ജനമാണ് എന്ന് വിശേഷിപ്പിക്കുകയാണ്.
അതുകൊണ്ടാണ് ഈ ശ്രേഷ്ഠമായ ജനതയായതുകൊണ്ടാണ് ദൈവിക നിയമങ്ങളെ പാലിക്കണമെന്നും അതിനനുസരിച്ച് ജീവിക്കണമെന്നുമുള്ള ഒരു വലിയ അനുഭവം നമുക്ക് നൽകുക. തുടർന്ന് വരുന്ന വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് 9 മുതൽ 26 വരെയുള്ള വചനഭാഗങ്ങളിൽ മോശ വീണ്ടും പഴയ ജീവിത സാഹചര്യങ്ങളിലേക്കൊന്ന് പോവുകയാണ്. സീനായ് മലയുടെ അടിവാരത്തിൽ മോശയ്ക്കുണ്ടായ ദർശനങ്ങളെക്കുറിച്ച് പറയുകയാണ്. ആരാണ് ദൈവം എന്നതിനെക്കുറിച്ചുള്ള വലിയ അറിയിപ്പ് നമുക്ക് നൽകുകയാണ്. അവിടുന്ന് ശ്രേഷ്ഠനായ ദൈവമാണ്. നമ്മൾ ആരും ദൈവത്തിൻ്റെ രൂപം കണ്ടിട്ടില്ല, അവിടുത്തെ ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ. മലയുടെ മുകളിൽ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്ന മോശയെ കാണുന്നു. അതുപോലെ തന്നെ താഴ്വാരങ്ങളിൽ വലിയ ഇടിമുഴക്കങ്ങളും പേമാരികളും ഒക്കെ കടന്നു വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നു. മുഖാമുഖം ദർശിച്ച ഏക വ്യക്തി മോശ മാത്രമേ ഉള്ളൂ. അതിനാൽ തന്നെ മോശ പറയുകയാണ്, നിങ്ങൾ രൂപമൊന്നും കണ്ടില്ല, അതിനാൽ ആ രൂപത്തിൻ്റെ സാദൃശ്യത്തിൽ നിങ്ങൾ ദൈവത്തെ ഉണ്ടാക്കി വെക്കരുത്, വിഗ്രഹാരാധനയിലേക്ക് പോകരുത് എന്ന് മോശ ഇസ്രായേൽ ജനതയോട് പറയുന്ന ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ കാണുന്നത് ദൈവം ഉന്നതത്തിലുള്ള ദൈവമാണ്. അവിടുന്ന് ട്രാൻസെൻഡൻ്റ് ഗോഡാണ്. ആ ദൈവം ഭൂമിയിൽ മനുഷ്യനെ നയിക്കുകയാണ്, വാഗ്ദാന ദേശത്തേക്ക് നയിക്കുകയാണ് ചെയ്തത്. അവിടുന്ന് ഒരു മുഖം കൊടുക്കാൻ പറ്റില്ല, അവിടത്തേക്കൊരു ഹ്യൂമൻ ഫോം കൊടുക്കാൻ പറ്റത്തില്ല, മറിച്ച് അവിടുത്തെ സ്വരം മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു ദൈവത്തെയാണ് നിയമാവർത്തന പുസ്തകം അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പ്രധാനമായിട്ടും ഈ വചനഭാഗത്തെ ഉദ്ധരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് എന്നുള്ള പ്രമാണം വളരെ പ്രസക്തമാകുന്നത്. കാരണം ഹെബ്രായ ഭാഷയിൽ അതിനെക്കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ്: ലോ തിസെ എത്ത് ഷേം അദോനായി ല ഷവേ എന്നാണ് പറയുന്നത്. യു ഷാൽ നോട്ട് ടേക്ക് ദ നെയിം ഓഫ് യാഹുവേ ടു ആൻ ഐഡൽ എന്നാണ് പറയുന്നത്. കാരണം ദൈവത്തിൻ്റെ പേര് വേറൊരു ഐഡലിന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ദൈവത്തിന് രൂപമില്ല, ഭാവമില്ല, സ്വരം മാത്രമേ കേൾക്കുകയുള്ളൂ. അതിനാൽ തന്നെ ഒരു രൂപത്തിന് പോലും ദൈവത്തിൻ്റെ പേരോ ദൈവത്തിൻ്റെ നാമമോ കൊടുക്കാൻ പറ്റുകയില്ല എന്ന് മോശ അസന്നിഗ്ധമായി ഈ വചനഭാഗങ്ങളിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ് ചെയ്തത്. ഇനി 4-ാമത്തെ അധ്യായത്തിൻ്റെ 25 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ദൈവശാസ്ത്രം ഇവിടെ കൊടുക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ദൈവശാസ്ത്രം കൊടുക്കുകയാണ്. മോശ ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും കാച്ചിക്കുറുക്കിക്കൊണ്ട് അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ദൈവശാസ്ത്രം കൊടുക്കുകയാണ്. ആ ദൈവശാസ്ത്രം ന്യായാധിപന്മാരുടെ പുസ്തകത്തിലുള്ള ദൈവശാസ്ത്രത്തിന് സമമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സത്യം ഇതാണ്: ഇസ്രായേൽ പാപം ചെയ്തു, അവർ ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ പോയി. അതിനാൽ ദൈവത്തിൻ്റെ ക്രോധം അവരുടെ മേൽ ആഞ്ഞടിച്ചു. ദൈവം അവരെ അന്യ രാജാക്കന്മാർക്ക് വിറ്റു. അന്യ രാജാക്കന്മാരെ അവർ സേവിച്ചു. അതിനുശേഷം അവർ ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അതിനാൽ ദൈവമായ കർത്താവ് അവർക്കൊരു രക്ഷകനെ നൽകി. ഈ അനുഭവത്തെയാണ് മോശ ഇസ്രായേൽക്കാർക്കായി വിവരിച്ചു കൊടുക്കുന്നത്. അതാണ് 25 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും ജനിക്കുകയും നിങ്ങളവിടെ വളരെ കാലം താമസിക്കുകയും ചെയ്യുമ്പോൾ എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കുകയും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കോപം ജ്വലിക്കുമാറ് അവിടുത്തെ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ ഞാൻ ഇന്ന് ആകാശത്തെയും ഭൂമിയെയും നിങ്ങൾക്കെതിരെ സാക്ഷികളാക്കി പറയുന്നു, ജോർദാൻ കടന്ന് നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്ന് നിങ്ങൾ അറ്റുപോകും. വളരെ വലിയ മനോഹരമായിട്ടുള്ളൊരു വചനഭാഗമാണിത്. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മുഴുവൻ്റെയും ദൈവശാസ്ത്രം നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. വാഗ്ദാന ദേശത്ത് നിന്ന് നിങ്ങൾ അറ്റുപോകും എന്ന വലിയൊരു ശിക്ഷയാണ് ഇസ്രായേൽ ജനത്തിനായി ദൈവമായ കർത്താവ് കൊടുക്കുക. കാരണം
നമ്മൾ പലപ്പോഴും ഇതിനെ അവതരിപ്പിക്കുന്നത് മരണമെന്ന രീതിയിലാണ്. ദൈവം ജനത്തെ വധിക്കുന്നു, അല്ലെങ്കിൽ ദൈവം ജനത്തെ മരണത്തിലേക്ക് നയിക്കുന്നു എന്നൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നിയമങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ നിനക്ക് മരണമെന്നാണ് മോശ ഇസ്രായേൽ ജനതയോട് പറയുന്നുണ്ട്. എന്താണ് യഥാർത്ഥ നിയമം എന്ന് പറഞ്ഞാൽ, പ്രഥമവും പ്രധാനവുമായിട്ട് നിയമം ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു എന്നുള്ള നിയമം തന്നെയാണ്. അതുകൊണ്ടാണ് ആ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണമെന്ന് മോശ ഇസ്രായേൽ ജനതയോട് കൽപ്പിക്കുന്നത്. ഈ നിയമത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചാൽ വാഗ്ദാന ദേശത്ത് നിന്ന് നീ അറ്റുപോകും. അതാണ് യഥാർത്ഥ മരണമെന്ന് പറയുക. ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന ദേശമാണ് വാഗ്ദാന ദേശം. ആ ദേശത്തെക്കുറിച്ച് പറഞ്ഞാൽ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശമാണ്. ആ ദേശത്ത് നിന്ന് ഇസ്രായേൽ ജനം അറ്റുപോകുന്നു എന്ന് പറഞ്ഞാൽ അത് അവരുടെ മരണത്തെയാണ് സൂചിപ്പിക്കുക. എന്നാൽ മരണം കൊണ്ട് അവസാനിക്കുകയല്ല ഒരു വ്യക്തിയുടെ ജീവിതം. വീണ്ടും പറയുന്നു, അവിടെ നിങ്ങൾ ദീർഘകാലം വസിക്കുകയില്ല, നിങ്ങൾ നശിപ്പിക്കപ്പെടും, കർത്താവ് നിങ്ങളുടെ ജനതയ്ക്കിടയിൽ ചിതറിക്കും, നിങ്ങളിൽ ചുരുക്കം പേർ മാത്രം അവശേഷിക്കും. അവിടെ മനുഷ്യനിർമ്മിതമായ ദൈവങ്ങളെ കാണുകയോ കേൾക്കുകയോ ഭക്ഷിക്കുകയോ ക്രാണിക്കുകയോ ചെയ്യാതെ കല്ലിനെയും തടിയെയും നിങ്ങൾ സേവിക്കും. അതിക്രൂരമായിട്ടുള്ള ശിക്ഷയാണ് കൊടുക്കുന്നത്. ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അവിടെ വീണ്ടും അതിശക്തമായിട്ടുള്ള വേദനകളും ഉണ്ടാകും, രോഗങ്ങളുണ്ടാകും, അസ്വസ്ഥതകളുണ്ടാകും. ഇതിൻ്റെയൊക്കെ നടുവിൽ ഇസ്രായേൽ ജനം നിലവിളിച്ചപേക്ഷിക്കണം, കർത്താവെ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ ധന്യമാക്കുന്നത് എന്ന് നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 25 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതാണ് പ്രധാനമായിട്ടും ഹിസ്റ്റോറിക്കൽ പ്രൊലോഗിലൂടെ അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള ആമുഖത്തിലൂടെ മോശ ഇസ്രായേൽക്കാരെ അറിയിക്കുന്നത്. ഇതിൻ്റെ അവസാന ഭാഗം നമുക്ക് ലഭ്യമായിരിക്കുന്ന ഇപ്രകാരമാണ്. 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മോശ ഇസ്രായേൽ ജനതയോട് ചോദിക്കുക, അല്ലെങ്കിൽ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഭാഗം. കഴിഞ്ഞ കാലത്തെപ്പറ്റി, ദൈവം മനുഷ്യനെ ഭൂമുഖത്ത് സൃഷ്ടിച്ചത് മുതലുള്ള കാലത്തെപ്പറ്റി ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചോദിക്കുക, ഇതുപോലൊരു മഹാസംഭവം എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, ഇതുപോലൊന്ന് കേട്ടിട്ടുണ്ടോ? ഈ 2 ചോദ്യങ്ങളാണ് ഇസ്രായേൽ ജനത്തിന് മുമ്പാകെ മോശ ചോദിക്കുന്നത്. ഇതോടുകൂടിയാണ് പഴയ കാലത്തെക്കുറിച്ചുള്ള ചരിത്രപരമായിട്ടുള്ള ഒരു ആമുഖം അവസാനിക്കുന്നത്. എന്താണ് കേട്ടിട്ടുള്ളത്, എന്താണ് ചോദിക്കുന്നത് എന്ന് കൃത്യമായിട്ട് വീണ്ടും പറയുന്നുണ്ട്. ഏതെങ്കിലും ജനത എന്നെങ്കിലും അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടതുപോലെ കേൾക്കുകയും പിന്നെ ജീവിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടോ? എന്താ സൂചിപ്പിക്കുക? ഇസ്രായേൽ ജനം അതിശ്രേഷ്ഠമായ ജനമാണ്. കാരണം അഗ്നിയുടെ മധ്യത്തിലൂടെ കർത്താവിൻ്റെ സ്വരം കേട്ടിട്ട് പോലും ജീവിക്കുന്ന ജനതയാണ് ഇവിടെ കാണുക. ആ ജനത ശ്രേഷ്ഠ ജനതയാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അതിനുശേഷം വീണ്ടും പറയുന്നു, തനിക്ക് വേണ്ടി ഒരു ജനതയെ മറ്റ് ജനതകളുടെ മധ്യത്തിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ ദൈവം അത്രമാത്രം ശ്രേഷ്ഠനായ ദൈവമല്ലേ? ജനത ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. ശ്രേഷ്ഠനായ ദൈവത്തെക്കുറിച്ച് പറയുന്നു. കാരണം തനിക്ക് വേണ്ടിയിട്ടാണ് ദൈവം മറ്റു വ്യക്തികളിൽ നിന്ന് ഒക്കെ ഇസ്രായേൽ ജനതയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവസാനം പറയുകയാണ്, ഈ തിരഞ്ഞെടുപ്പെല്ലാം ഈജിപ്തിൽ നിന്ന് കർത്താവായ ദൈവം ഇസ്രായേൽ ജനതയെ സ്വതന്ത്രമാക്കിയതിലൂടെയാണ് ലഭ്യമാകുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു ഭാഗത്തെ നമ്മുടെ മുമ്പിൽ അവസാനിപ്പിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ ജനം അതിശ്രേഷ്ഠമായ ജനമാണെന്നും ആ ജനത്തിന് പഴയ കാലങ്ങളിൽ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു പുതിയ ഒരു കാലത്തിലേക്ക്, യുഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. അത് വാഗ്ദാന ദേശത്തേക്കുള്ള പ്രവേശനമാണ്. ആ പ്രവേശനത്തിൽ ദൈവമായ കർത്താവിൻ്റെ സജീവമായ സാന്നിധ്യം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് മോശ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കുന്ന രംഗമാണ് ഹിസ്റ്റോറിക്കൽ പ്രൊലോഗിലൂടെ നമ്മൾ കാണുക. ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ഒരു വചനഭാഗമാണ്, ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തുന്ന നല്ല ദൈവമുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ്
ഉള്ളത്. ആ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ഈ വചനഭാഗങ്ങളിലൂടെ നമുക്ക് ലഭ്യമാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വചനഭാഗം നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവം എങ്ങനെയാണ് ചരിത്രത്തിൽ ഇടപെട്ടത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കണം. ചരിത്രത്തിൽ ഇടപെട്ട കർത്താവ് ഇന്നും നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നു. അവിടുന്ന് ഉന്നതങ്ങളിലിരിക്കുന്നവരാണെങ്കിൽ തന്നെയും നമ്മോടൊപ്പം യാത്ര ചെയ്ത് വാഗ്ദാന ദേശത്തേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നു എന്നുള്ള വലിയ ആശ്വാസമാണ് നമ്മളെ ഓരോരുത്തരെയും വഴി നടത്തുന്നതെന്ന് പ്രധാനമായിട്ട് നമ്മൾ ഈ വചനഭാഗങ്ങളിലൂടെ അനുസ്മരിക്കുക. തുടർന്ന് വരുന്ന അടുത്ത സെഷനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ജ്ഞാനം നൽകും വചനം.